സഹോദരങ്ങളെ, ഖൽബിന് പരിശുദ്ധി ഉണ്ടാകണം. അപ്പോഴല്ലേ വിജയം. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓതി കേൾക്കുന്ന ഒരു സന്ദേശമുണ്ട്. നമുക്ക് മാത്രം തന്ന സന്ദേശമല്ല, പൂർവികർക്കും അല്ലാഹു തആല തന്ന സന്ദേശമാണത്. ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ഈ ഉപദേശം നമുക്ക് മാത്രമുള്ള ഉപദേശമല്ല. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വ മൂസ. പൂർവിക ഗ്രന്ഥങ്ങളിലും അല്ലാഹു ഈ ഉപദേശം നൽകിയിട്ടുണ്ട്. എന്താണ് ഉപദേശം? ഖദ് അഫ്ലഹ മൻ തസക്കാ. തസ്കിയത്ത് നേടിയവൻ, ആത്മപരിശുദ്ധി നേടിയവൻ വിജയിച്ചു പോയി. ആത്മവിശുദ്ധി നേടിയവൻ വിജയിച്ചു പോയി. വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. ആ ആത്മവിശുദ്ധി നേടിയതിന്റെ അടയാളമാണ് റബ്ബിന്റെ പേര് ചൊല്ലിയിട്ടവൻ നിസ്കരിച്ചു, അഥവാ വാങ്ക് വിളിച്ചിട്ടവൻ നിസ്കാരം നിർവഹിച്ചു. അതവന്റെ ഖൽബിന് വിശുദ്ധിയുണ്ട് എന്നതിന്റെ ഒരു അടയാളമാണ്. നിസ്കരിക്കേണ്ട നേരം അവന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അല്ലാഹുവിന്റെ ഇസ്മ ചൊല്ലിയിട്ട് വാങ്ക് വിളിച്ച് തക്ബീർ മുഴക്കിയിട്ട് ഫസല്ലാ, അവൻ നിസ്കരിച്ചു. അതവന് മനസ്സിൽ വിശുദ്ധിയുണ്ട് എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. ഇരിക്കട്ടെ, ഖദ് അഫ്ലഹ മൻ തസക്കാ. തസ്കിയത്ത് നേടിയവൻ വിജയിച്ചു എന്നല്ലേ പറഞ്ഞത്. ഖൽബിന് പരിശുദ്ധി ഉണ്ടെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിന് ഏറ്റവും പ്രധാനമായുമുള്ള വിഷയം അതാണ്. 4 സ്വഭാവങ്ങളിൽ നിന്ന് ഖൽബിനെ മോചിപ്പിച്ചെടുക്കണം. 4 സ്വഭാവങ്ങൾ, അത് ഖൽബിന് ഏറ്റവും ദുഷിച്ച സ്വഭാവങ്ങളാണ്. ഖൽബിന്റെ 4 കേടുവരുത്തുന്ന 4 സ്വഭാവങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോ മഹാന്മാര് എണ്ണിപ്പടിപ്പിച്ചല്ലോ. കിബ്റുൻ, അഹങ്കാരം, അതേറ്റവും വലിയൊരു രോഗമാണ്. എന്താ സഹോദരങ്ങളെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ് വ ഗംതുൻ നാസ്, സത്യത്തെ അവഗണിക്കുക. ഒരാൾ ഒരു സത്യമായ വിഷയം പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കൂല. അത് ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോണ്ട. ബാപ്പ മക്കളോട് പറഞ്ഞതും, ഭർത്താവ് ഭാര്യയോട് പറയുന്നതും, ചേട്ടൻ അനുജനോട് പറഞ്ഞതും, കൂട്ടുകാരനോട് പറഞ്ഞു ഒക്കെ വായിച്ചാ മതി. ഒരു ഉസ്താദിന്റെ ശിഷ്യന്റെ മാത്രം വായിക്കണ്ട, എല്ലാം ചേർത്ത് വായിച്ചോളൂ. ബത്റുൽ ഹഖ്, സത്യത്തെ അവഗണിക്കും. സത്യം ആര് പറഞ്ഞാലും ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ആര് പറഞ്ഞാലും, കൊച്ചു കുട്ടി വന്നിട്ടൊരു വിഷയം പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കണം. അങ്ങനല്ലേ മഹാന്മാരൊക്കെ ചെറിയ കുട്ടികൾ ഉപദേശം വരെ സ്വീകരിച്ചത്. അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ഒരു കുട്ടിനെ കണ്ടപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താണ്? കുട്ടി തിരിച്ചൊരു ചോദ്യം, എന്റെ പേരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? അപ്പൊ മഹാനവറുകൾ തീരുമാനമെടുത്തു, ഇനി ആവശ്യമുണ്ടെങ്കിൽ ആരോടും പേര് ചോദിക്കുള്ളൂ, ആവശ്യമില്ലാതെ ഒരാളോടും ഒന്നും ചോദിക്കൂല. ആ കുട്ടിയുടെ മറുപടിയിൽ നിന്ന്, അല്ലാതെ ആ കുട്ടിനെ ശപിച്ചതല്ല, ഒരു കുസൃതി കൂടിയ കുട്ടി അങ്ങനെ പറഞ്ഞല്ല, ആ കുട്ടി പറഞ്ഞ മറുപടിയിൽ നിന്ന് മഹാനവറുകൾ സ്വീകരിച്ച ഗുണപാടാണത്. ശരിയാണല്ലോ മോൻ പറഞ്ഞേ, എനിക്കിപ്പോ ആ പേര് കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മളെങ്ങനെ അത് വിലയിരുത്താൻ മറുപടി? എന്തൊരു ശേഷി കുട്ടി, നമ്മളങ്ങനല്ലേ കാണാ. അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, കുട്ടി പറഞ്ഞത് എനിക്കുള്ളൊരു ഉപദേശം, വല്ലാത്തൊരു ഉപദേശം, എനിക്കെന്താ പേര് കിട്ടിയിട്ട് കാര്യം? ഞാൻ ആ പേര് ചോദിച്ചു, കുട്ടിയുടെ പേര് പറഞ്ഞു, നോട്ടിക്കോളി, ഇങ്ങോട്ടൊരു പേര് പറഞ്ഞു, എന്താ കാര്യം? ആ കുട്ടിന്റെ പേരതാർത്ത എനിക്കെന്താ കാര്യം? കുട്ടി തിരിച്ചൊരു ചോദ്യം ചോദിച്ചതാണ്, എന്റെ പേരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം? മഹാനവറുകൾ തീരുമാനിച്ചു, ആവശ്യമില്ലാതെ ആരോടും ഒരിക്കലും പേര് ചോദിക്കൂല. ആ കുട്ടി പറഞ്ഞെന്നുള്ള തീരുമാനം അവര് സ്വീകരിക്കുന്ന ഗുണപാടാണത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാള് മറ്റൊരാളോട് പറയുന്നു, നമ്മളെ പറ്റിയൊക്കെ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മള് സ്റ്റാൻഡിന്റെ മേലെ ഇങ്ങനെ കയറി, അല്ലാ ഞാനിപ്പോ നിങ്ങളാ വിചാരിച്ചായിരുന്നല്ല, അന്താരാഷ്ട്ര നേതാവാണ് ഞാൻ.
അബൂ ഹനീഫ തങ്ങൾ കാതോരം കേൾക്കാണ് ഒരാൾ മറ്റൊരാളോട് പറയുന്നത്. അപ്പോകുന്ന ആളെ കണ്ട, കൂടെ നിൽക്കുന്ന ആ കുറച്ചൊക്കെ ഹൈറ്റ് ഉള്ള ആളെ കണ്ട, രാത്രി മുഴുവനും ഹയാത്താക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. രാത്രി മുഴുവനും ഹയാത്താക്കുന്ന നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചിന്തിക്കാണ്, പടച്ചോനെ എന്നെ പറ്റിയാണോ ആ പറയുന്നത്? പേടിച്ചു. എന്നെ പറ്റിയാണോ പടച്ചോനെ ആ പറഞ്ഞത്? എന്നെ പറ്റിയാണോ ആ പറയുന്നത്? ആ വർത്താനം. അല്ലാഹുവേ, ജനങ്ങളെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അവരെ മനസ്സിലെ ധാരണക്കനുസരിച്ചെങ്കിലും ഞാൻ നിന്റെ അടുക്കൽ നല്ല ആളാകണം. പിന്നീട് വഫാത്ത് വരെ നീണ്ട 40 കൊല്ലം അഹ്യല്ലൈല കുല്ലഹു, രാത്രി മുഴുവനും ഹയാത്താക്കി പോയി. ഒരാള് മറ്റൊരാളോട് പറഞ്ഞൊരു വർത്തമാനം കേട്ടപ്പോ പേടിച്ചുപോയി. അതിൽ അഹങ്കരിച്ചതല്ല, അതിൽ വലുതായതല്ല, ഞാൻ അങ്ങനെയാണ് എന്ന് മറ്റൊരാളോട് പറഞ്ഞതല്ല, എന്റെ മഹത്വം കേട്ടോന്ന് പറഞ്ഞതല്ല. കേട്ടപ്പോ പേടിച്ചുപോയി, ആലോചിച്ചുപോയി. ജനങ്ങളെ പിന്നെ പറ്റി ഇങ്ങനൊക്കെ ധരിക്കുന്നുണ്ടോ? അല്ലാ, ഞാൻ അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണ് മഹാനവർകൾ, എന്നിട്ടും ചിന്തിക്കുന്നു അങ്ങനെയല്ലല്ലോ അല്ലാ. ചില രാത്രിയൊന്നും എനിക്കതിന് സാധിക്കാറില്ലല്ലോ. ഇങ്ങനെ ഒരു ധാരണ എന്നെ പറ്റി ആളുകൾക്കുണ്ടെങ്കിൽ അവരെ ധാരണക്കനുസരിച്ചെങ്കിലും നിന്റെ അടുക്കൽ ഞാൻ നല്ല ആളാകണ്ടേ എന്ന് ചിന്തിച്ച് പേടിച്ചു പോയി. പിന്നെ ജീവിതകാലമുള്ള 40 കൊല്ലവും രാത്രി മുഴുവനും മഹാനവറുകൾ ഹയാത്താക്കി പോയി. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ ചിന്ത അവരുടെ ഖൽബിലുള്ള വിശാലതയാണ്. തീരെ ഒരു ലെവലേശം കിബർ തൊട്ട് തീണ്ടാത്ത രൂപഭാവങ്ങളാ സഹോദരങ്ങളെ. കിബർ എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ്, സത്യത്തെ അവഗണിക്കുക, വിസമ്മതിക്കുക. വഗംതുന്നാസ്, ജനങ്ങളെ നിസ്സാരവൽക്കരിക്കുക, മറ്റുള്ളവരെ കണ്ണിൽ ചെറുതാക്കുക. ഒരാളെയും നിന്റെ കണ്ണിൽ നീ ചെറുതാക്കരുത്, ആരെയും നിന്റെ കണ്ണിൽ നീ ചെറുതാക്കരുത്. ഏതൊരാൾക്കും നിന്റെ കണ്ണിൽ നീ സ്ഥാനമാനം കൊടുക്കണം. ആർക്കാണ് സഹോദരങ്ങളെ ചെറുപ്പം കൊടുക്കാൻ കഴിയുന്നത്? ആരെയാണ് നമ്മുടെ കൽവിൽ ചെറുതാക്കാൻ തോന്നുന്നത്? ഒരാളെയും നമ്മുടെ കൽവിൽ ചെറുതാക്കരുത്. നമ്മെക്കാളും വലിയ ആളെയും നമ്മെക്കാളും ചെറിയ ആളെയും എല്ലാവരോടും നമ്മുടെ കൽവിൽ വലുപ്പമുണ്ടാകണം. അതേ, നീ കാണുന്നത് ഒരു ചെറിയ കുട്ടിയെയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ച് നീ വിലയിരുത്തേണ്ടത്, പടച്ചോനെ, എല്ലാവരിലേക്കും നല്ല മഹത്വത്തോടെ നോക്കണം. നിന്നിലേക്ക് മാത്രം നീ പോരായ്മയുടെ കണ്ണുകൊണ്ട് നോക്കണം. പോരായ്മ നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിന്റെ കൽബിലേക്ക് നീ നോക്കണം. ഒരു ചെറിയ കുട്ടിയാണോ നീ കാണുന്നത്? നീ പറയണം, അദാലം യസില്ല, ഈ കുട്ടി അല്ലാഹുവിനൊരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അല്ലാഹുവിനെ എത്ര എതിര് ചെയ്തു, എത്ര ഫർള് ഞാൻ ഒഴിവാക്കി, എത്ര ഹറാമ് ഞാൻ എടുത്തുപോയി, എത്ര കറാഹത്ത് ഞാൻ പതിവാക്കി പോയി, എത്ര അനാവശ്യങ്ങളിൽ ഞാൻ ഒരുമിച്ച് കൂടിപ്പോയി. ഈ കുട്ടി എന്നെക്കാളും നല്ലവനാണ് എന്നതിൽ സംശയമില്ല. ചെറിയൊരു കുട്ടിയെ കണ്ടപ്പോ നിന്റെ മനസ്സിൽ വരേണ്ട ധാരണ, ആ കുട്ടി പടച്ചോനെ പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് ആ കുട്ടി അങ്ങ് വിട വാങ്ങിപ്പോയാൽ ആ കുട്ടിക്ക് എന്തൊരു സുഖം, നേരെ സ്വർഗത്തിൽ. എനിക്കതിന് കഴിയൂലല്ലോ. പ്രായവും പക്വതയൊക്കെ നീ തന്നില്ലേ, ചെറുപ്പത്തിൽ തന്നെ മരിക്കാനും പറ്റിയില്ലല്ലോ. ചെറിയൊരു കുട്ടിയെ കാണുമ്പോ നിന്റെ മനസ്സിൽ വരേണ്ട വിചാരണ, നീ ഒരു വലിയവനെ കണ്ടാലോ, നിന്നെക്കാളും പ്രായമുള്ള ആളെ, നീ പറയണം, ഹാദാ ഖൈറും മിന്നി, എന്നെക്കാളും നല്ല ആളാണ്. അബദല്ലാഹ ഖബലി, എന്റെ മുമ്പ് അല്ലാഹുവിനെ ഇബാദത്തെടുത്ത് തുടങ്ങിയല്ലോ. എന്റെ മുമ്പ്, ഞാൻ ജനിക്കും മുമ്പ് മൂപ്പർ അല്ലാഹുവിനെ ഇബാദത്തെടുത്ത് തുടങ്ങിയിട്ടില്ലേ, നിസ്കരിച്ചിട്ടില്ലേ, മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? ആ വലിയ ആളെ പറ്റി നിന്റെ ധാരണ അങ്ങനെയാണ്. ഒരു പണ്ഡിതനെയാണോ നീ കാണുന്നത്? നിന്റെ മനസ്സിൽ നീ വിചാരിക്കണം, എനിക്ക് നൽകപ്പെടാത്ത
പലതും ഈ പണ്ഡിതന് നൽകപ്പെട്ടിട്ടുണ്ട്. വബലഗമാലം അബുലുഗ്, ഞാൻ എത്താത്ത പല മേഖലകളിലും എത്തിയിട്ടുണ്ട്. വഅലിമമാ ജഹിൽതു, എനിക്ക് വിവരമില്ലാത്ത പലതും അദ്ദേഹം സ്വായത്തമാക്കിയിട്ടുണ്ട്. പല വിവരങ്ങളും അറിഞ്ഞിട്ടുണ്ട്, എനിക്കതിനെ സംബന്ധിച്ചൊന്നും വിവരമില്ലല്ലോ. ഫകൈഫ അകൂനു മിസ്ലഹു, ഞാൻ എങ്ങനെ അതുപോലെയാകും? ഞാൻ അയാളെ പോലെയാണ് എന്നെങ്ങനെ വിചാരിക്കും? എന്നെക്കാളും എത്ര ഇൽമുണ്ട്, എന്നെക്കാളും എത്ര അമലുണ്ട്. ഞാൻ എത്താത്ത ഏതെല്ലാം മേഖലയിൽ അദ്ദേഹം എത്തിപ്പെട്ടു, എനിക്കങ്ങോട്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അപ്പോഴും നീ ചിന്തിക്കേണ്ടത്. വൈൻകാന ജാഹിലൻ, നീ കാണുന്നത് ഒരു വിവരവും ഇല്ലാത്ത ആളാണെങ്കിൽ, ഓനൊന്നും പഠിച്ചിട്ടില്ല, പഠിക്കാനുള്ള കഴിവും കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ആളാണെങ്കിൽ നീ പറഞ്ഞേക്കണം, ഹാദാ അസല്ലാഹ തആല ബിജഹ്ലിൻ, ഈ മനുഷ്യൻ വിവരമില്ലാതെയല്ലേ തെറ്റ് ചെയ്തത്. അതേ സമയത്ത് വാനാസൈതുല്ലാഹ ബിൽമിൻ, ഞാൻ അല്ലാഹുവിനെ ധിക്കാരം ചെയ്തത് ബോധപൂർവമല്ലേ. ഫഹുജ്ജത്തുല്ലാഹി തആല അലയ്യ അക്ബർ, അല്ലാഹു തആല എന്റെ മേലല്ലേ വലിയ പ്രമാണം വെച്ച് എന്നെയല്ലേ പിടികൂടുക. ഈ മനുഷ്യന് അല്ലാഹു തആല മാപ്പ് കൊടുത്താലോ, ഒരു വിവരവും ഇല്ലാതെ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താലോ, എനിക്കത് ചിന്തിക്കാൻ കഴിയൂലല്ലോ എന്ന മനസ്ഥിതിയാകണം നിനക്കുണ്ടാകേണ്ടത്. അതേ, മഹാന്മാര് പഠിപ്പിക്കുന്നു, നീ കാണുന്നത് ഒരു സത്യനിഷേധയാണ്, നീ ഈമാനുള്ളവനാണ്. അപ്പോഴും നീ ചിന്തിക്കണം, അല്ലാഹുവേ അദ്ദേഹത്തിനെങ്ങാനും നീ തൗഫീഖ് നൽകിയിട്ട് ഇസ്ലാം സ്വീകരിക്കാനുള്ള അവസരം അല്ലാഹുവേ നീ നൽകിയിട്ട് നല്ല അമല് കൊണ്ട് സമാപിക്കാനുള്ള അവസരവും നൽകിയാൽ എന്റെ അവസ്ഥ എനിക്കറിയില്ലല്ലോ, ഞാൻ എങ്ങനെ ആയിത്തീരുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ നല്ല ആളാണെങ്കിലല്ലേ, അവസാനം നല്ല നിലക്കായെങ്കിലല്ലേ എനിക്ക് എന്നെ പറ്റി പറയാൻ പറ്റൂ. ആ മനുഷ്യൻ നല്ല ആളായി തീരുകയും ഞാൻ മോശപ്പെട്ടവനാവുകയും ചെയ്താലോ. അങ്ങനെ എത്ര ആളുകളായിട്ടുണ്ട്? മുസ്ലിമായി ജനിച്ച് മുസ്ലിം അല്ലാതെ വിട്ടു പിരിഞ്ഞു പോയ എത്ര ആളുകളുണ്ട്? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിം അല്ലാത്ത രീതിയിൽ വളർന്ന് ലാസ്റ്റ് ഒരു ഘട്ടത്തിൽ ബോധോദയമുണ്ടായ സത്യം അവന്റെ മനസ്സിലേക്ക് പ്രകാശമായി ഉദിച്ചു വന്ന് ഈമാൻ സ്വീകരിക്കാൻ തൗഫീഖ് കിട്ടിയിട്ട് ആഖിബത്ത് നന്നായി പിരിഞ്ഞു പോയവർ എത്രയുണ്ട്? അപ്പോഴും നിന്റെ ധാരണയുണ്ടാകേണ്ടത് അങ്ങനെയാണ്. അപ്പൊ പിന്നെ നിന്റെ ഖൽബില് കിബറിന്റെ ഒരു അംശം ഉണ്ടാകൂല. എല്ലാവരെ പറ്റിയും നിന്റെ വിലയിരുത്തൽ നല്ല രൂപത്തിലാണ്, നല്ല രൂപത്തിലാണ് നിന്റെ വിലയിരുത്തൽ. ആരെ പറ്റിയും മോശപ്പെട്ട രൂപത്തിൽ വിലയിരുത്തലില്ല. മോശപ്പെട്ട രൂപത്തിൽ വിലയിരുത്താൻ ഏറ്റവും നല്ലത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരമാണ് മോശപ്പെട്ട രൂപത്തിൽ വിലയിരുത്താൻ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ശരീരത്തെ പറ്റി, നമ്മുടെ മനസ്സിനെ പറ്റി നല്ല വിലയിരുത്തലാണ്. മറ്റുള്ളവർക്ക് അല്ലാഹു തആല എന്തെങ്കിലും നൽകിയതിനെ പറ്റിയിട്ട് നമുക്കൊരു കുറവും നമുക്കൊരു ഹസദും ഇല്ലാത്ത നല്ല ഖൽബ് കഴിയോ? ഒരാൾക്ക് അല്ലാഹു തആല അയാളെ അധ്വാന ഫലമായിട്ടോ സമ്പാദ്യം കൊണ്ടോ അനന്തരം കിട്ടിയ സമ്പാദ്യം കൊണ്ടോ ഒരാൾക്ക് അല്ലാഹു തആല ഒരു വാഹനം വാങ്ങാൻ തൗഫീഖ് കൊടുത്തു, ഒരു വീടുണ്ടാക്കാൻ തൗഫീഖ് കൊടുത്തു. നമ്മൾ എങ്ങനെയാണത് കാണുക? അനുകൂലമായിട്ടാണോ കാണുക, പ്രതികൂലമായിട്ടാണോ കാണുക? അനുകൂലമായി കാണാൻ കുറച്ച് പ്രയാസമായിരിക്കും. അനുകൂലമായി കാണുന്ന ഖൽബാണോ, ഒരു കുഴപ്പം ഉണ്ടാകൂല. ആ ഖൽബിനെ എനിക്ക് കേടൊന്നും പറയാനുണ്ടാകൂല. എത്ര നല്ലതാണെങ്കിലും കേട് പറയും, മനസ്സിനത് ദഹിക്കൂലെങ്കിൽ. നല്ലൊരു വാഹനം പോകുന്നു, നമുക്ക് നല്ലൊരു വാഹനം, അത്യാവശ്യം തിരക്കടില്ല, ഒരു കുടുംബത്തിനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു വാഹനം. അപ്പുറത്തിരിക്കുന്ന ആളത് കേൾക്കുന്ന ആള് ചെറിയ കൽബിനൊരു സ്വയമാറ്റുള്ള ആളാണെങ്കിൽ അയാൾ പറയും, അതാപ്പൊ നല്ല വാഹനം, അതിനേക്കാൾ മുന്തി എത്ര നല്ല വാഹനമുണ്ട്, ഒരു വാഹനം വാങ്ങാൻ കണ്ടത് അത് എന്താ? അയാളെ കൽബിനെ പിടിച്ചിട്ടില്ല, അയാളെ കൽബിനെ രസിച്ചിട്ടില്ല. എന്തിനാപ്പ ആ വാഹനത്തെ കുറവാക്കിയത്? അതൊരു നല്ല വാഹനം തന്നെയല്ലേ, അതിലും പോകാൻ പറ്റൂലേ കുറെ ആളുകൾ? അതും വിലപിടിപ്പുള്ള ഒരു വാഹനം തന്നെയല്ലേ, നല്ലതും സമ്മതിച്ചൂടെ? സമ്മതിക്കാനുള്ള കൽബില്ല. ഒരു വീട് നോക്കി അല്ലെ, അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ നല്ല വീട്. ഇങ്ങനെ വീടുണ്ടാക്കല്, ഇങ്ങനെ ആരെങ്കിലും മനുഷ്യന്മാരാരെങ്കിലും വീടുണ്ടാക്കും, ആ വീടിനൊരു കുഴപ്പമില്ല, ജീവിക്കാനും താമസിക്കാനൊക്കെ നല്ല സൗകര്യം ഉള്ളതാ. പക്ഷെ ഓന്റെ കൽബിക്ക് ദഹിച്ചില്ല.
അവിടെ കേട്. മറ്റൊരാൾക്ക് അല്ലാഹ് കൊടുക്കുന്ന ഏത് നിയമത്തിലും നല്ല രൂപത്തിൽ കാണാൻ പറ്റുന്ന ഒരു ഖൽബുണ്ടെങ്കിൽ ആ ഖൽബിനൊരു കേടും ഉണ്ടാവില്ല. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധിയാർന്ന ഖൽബിന്റെ അടയാളം അങ്ങനെയാണ്. മദീന പള്ളിയിലേക്ക് സ്വഹാബത്തിന്റെ ഇടയിൽ അവരുടെ ഇടയിലൂടെ കയറി വന്നൊരു പാവപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ വരുന്നതിന്റെ മുമ്പ്, ഒരു സ്വഹാബി വരുന്നതിന്റെ മുമ്പ് തങ്ങൾ പറഞ്ഞു, യത്വലിഉ അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗവാസികളിൽപ്പെട്ട ഒരാള് ദാ ഈ വഴിയിലൂടെ ഇങ്ങനെ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു, ആരാണ് ഈ വരാൻ പോകുന്ന ആള്? സ്വർഗക്കാരിൽപ്പെട്ട ഒരാൾ ഇപ്പൊ വരുന്നു. സ്വഹാബത്തൊക്കെ നോക്കുന്ന സമയത്ത് ഒരു അടുത്ത കയ്യിൽ 2 ചെരുപ്പും പിടിച്ച് ഉളൂവിന്റെ വെള്ളക്ക് അങ്ങനെ താടിരോമങ്ങളിലൂടെ ഒറ്റ വീഴുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ ചെരുപ്പ് ഒരു ഭാഗത്ത് വെച്ച് പള്ളിയുടെ ഒരു ഭാഗത്ത് നിസ്കരിക്കാനുള്ള ഒരു ഗ്യാപ്പ് നോക്കി നിസ്കരിക്കുന്നു. നിസ്കരിച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ ഒപ്പം അങ്ങോട്ടിരുന്നു. അതേ ആളെ സംബന്ധിച്ച് തന്നെ 2-ാം ദിവസവും 3-ാം ദിവസവും അതേ വാക്ക് തങ്ങൾ പറഞ്ഞു, യത്വലിഉ അലൈക്കും അൽ ആന മിൻ ഹാദൽ ഫജ്ജി റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. 3 ദിവസം ഒരാളെ പറ്റി ഒരേ വർത്തമാനം പറഞ്ഞപ്പോ കൂട്ടത്തിലുള്ള സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുമാ മഹാനവർകൾ ആ വ്യക്തിയോട് പറഞ്ഞു, ഞാനും നിങ്ങളോടൊപ്പം ഒരു അതിഥിയായി നിങ്ങളെ വീട്ടിലേക്ക് വരട്ടെയോ? ഞങ്ങളെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചാൽ സൽക്കരിക്കാനും സ്വീകരിക്കാനൊക്കെ കഴിവുള്ള ആള് വരണ്ടെന്ന് പറയരുത്, അതേന്ന് പറയണം. ആ വന്നാളോട് ഒരു ദിവസം കഴിയുമ്പോഴേക്കെന്നെ നാളെ നിങ്ങൾ പോകുന്നില്ലേ എന്ന് ചോദിക്കരുത്, അത് 3 ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കാവൂ. അതിഥിക്ക് അത്രയും സ്ഥാനമുണ്ട്, അതിന്റെ ഇടയില് ബുദ്ധിമുട്ടാക്കി വിടാൻ പാടില്ല. ആക്ക് വേണ്ട ആദരവും ബഹുമാനവും കൊടുക്കണം. ആരും അങ്ങനെ ചോദിക്കാൻ മതിയായിരുന്നു അല്ലേ? ചോദിച്ച ആളെ സ്വീകരിക്കുകയും വേണം, സൽക്കരിക്കുകയും വേണം. ഞാൻ നിങ്ങളൊപ്പം വരട്ടെ വീട്ടിലേക്ക്? വന്നോളൂ എന്ന് പറഞ്ഞു. ആ സ്വഹാബിന്റെ കൂടെ പോയി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിടെ താമസിച്ചു. ആദ്യത്തെ ദിവസം വൈകുന്നേരം കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് മഹാനവർകൾക്ക് കിടക്കാനുള്ള പായയും സൗകര്യങ്ങളും കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങിയില്ല. രാത്രി ഉറങ്ങാതെ കാത്തിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം ഈ സ്വഹാബി എഴുന്നേറ്റ് പ്രത്യേകം എന്തെങ്കിലുമൊക്കെ സുഹൃതങ്ങൾ ചെയ്യുന്നതിന്റെ കാരണമായിട്ടാണോ ഈ സ്വർഗക്കാരൻ എന്ന പേര് ലഭിച്ചത് എന്നൊന്ന് അറിയണം. അതിനാ കാത്തു നിൽക്കുന്നത്. പക്ഷെ പ്രത്യേകമായിട്ട് രാത്രി ഒന്നും കണ്ടില്ല. സുബഹിന്റെ മുമ്പ് സാധാരണ എല്ലാവരും എഴുന്നേൽക്കും പോലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് വാങ്കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും മദീന പള്ളിയിലെത്തി. ഒരു ദിവസം അങ്ങനെ. പിറ്റത്തെ ദിവസം പകല് നോക്കുന്നു, പകൽ എന്തെങ്കിലും പ്രത്യേക പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. സാമൂഹ്യ സേവനമോ സാന്ത്വന പ്രവർത്തനമോ കുടുംബക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധാരണ രൂപത്തിൽ തൊഴിലിന് പോകുന്ന സമയത്ത് തൊഴിലിന് പോകുന്നു. അത് കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷായി പള്ളിയിലേക്ക് പോകുന്നു, അങ്ങാടിയിലേക്ക് പോകുന്നു, വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നു. സാധാരണ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. പ്രത്യേകമായി പുതുതായി ഒന്നും കണ്ടില്ല. ദിവസം 2ഉം 3ഉം ഒക്കെ കഴിഞ്ഞു. രാവും പകലും കഴിഞ്ഞു. 3 രാത്രി ഉറക്കമൊഴിച്ചിരുന്നിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. മഹാനവറുകൾ അങ്ങനെ ശരിക്കും ശ്രദ്ധിച്ചിരുന്നു. എന്തെങ്കിലും ഒരു ദിക്റ്, എന്തെങ്കിലും ഒരു ദുആ, എന്തെങ്കിലുമൊക്കെ ഒരു നിസ്കാരം, ഏതെങ്കിലുമൊക്കെ ഖുർആനോ ഒന്നും കാണാൻ. സാധാരണ രൂപത്തിൽ തന്നെ എല്ലാവരും ഉറങ്ങും പോലെ ഉറങ്ങി, എഴുന്നേൽക്കും പോലെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രത്യേകമായി ഒന്നും കാണുന്നില്ല. ആ ഘട്ടത്തിൽ 3ാമത്തെ ദിവസം പോകാൻ നേരത്ത് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് അതിഥി സൽക്കാരം കൂടാൻ വേണ്ടി വന്നതല്ല. എന്നാലും ഞാൻ അങ്ങനെ ഒന്ന് ചോദിച്ചപ്പോ നിങ്ങളെന്നെ പരിഗണിച്ചത് 3 ദിവസം സ്വർഗക്കാരിൽപ്പെട്ട ആളെന്ന് നിങ്ങളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു. അതിന് പ്രത്യേകമായി വല്ലതും ഉണ്ടോ എന്ന് നോക്കാനും അത് ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും പഠിക്കാനും ചേർത്തി വെക്കാനുമാണ് ഞാൻ വന്നത്. പക്ഷേ സാധാരണ
നമ്മളെല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങളും വിഷയങ്ങളും അല്ലാതെ മറ്റൊന്നും നിങ്ങളിൽ കാണാനില്ലല്ലോ, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലല്ലോ. ആ സമയത്ത് ആ സ്വഹാബി വര്യൻ പറഞ്ഞു, മാഹുവ ഇല്ലാ മാ റഅയ്തി, നിങ്ങൾ കണ്ടതല്ലാതെ എന്റെ ജീവിതത്തിൽ പുതുമയായി ഒന്നും പറയാനില്ല. എന്തൊക്കെ നിങ്ങൾ കണ്ടു അത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ളത്, അതിലപ്പുറം ഒന്നും പറയാനില്ല. സുബ്ഹാനല്ലാഹ്. ഒന്നും കിട്ടാതെ വിഷമത്തോടെ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നിങ്ങനെ പോകാനൊരുങ്ങുമ്പോ തിരിച്ച് വിളിച്ചിട്ട് ആ സ്വഹാബി പറഞ്ഞു, അബ്ദുല്ലാ, നിങ്ങൾ കണ്ടതല്ലാതെ ഒന്നും എന്നിലില്ല, പക്ഷേ ഗൈറ അന്നീ ലം അജിദ് അലാ അഹദിൻ മിനൽ മുസ്ലിമീന ഫീ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാഹു ഐബൻ വലാ ഹസദാ. ഒരു കാര്യം എന്നിലുണ്ട്, അത് ഞാൻ പറയട്ടെ. ഏതൊരു മുസ്ലിമിന് അള്ളാഹു എന്തൊരു നന്മ കൊടുത്താലും എന്തൊരു നേട്ടം കൊടുത്താലും അതിലൊരു കുറവ് കാണുന്ന മനസ്സ് എനിക്കില്ല, ഒരു ഹസദ് കാണുന്ന മനസ്സും എനിക്കില്ല. ഒരാൾക്ക് അള്ളാഹു കൊടുത്ത ഒരു നന്മയിലും ഞാൻ ഐബ് കാണാറില്ല, ഒന്നിലും ഞാൻ ഹസദ് വെക്കാറില്ല. ആർക്ക് അല്ലാഹു തആല കൊടുത്ത ഖൈറിലും എനിക്കത് വലുതായിട്ടേ തോന്നിയിട്ടുള്ളൂ, നല്ലതായിട്ടേ ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് പറഞ്ഞപ്പോ അതിനാണ് കഴിവ് വേണ്ടത്, അതിനാ സഹോദരങ്ങളെ കഴിവ് വേണ്ടത്. നമ്മുടെ സ്വന്തക്കാരന് വരെ കിട്ടിയതിന് വരെ നല്ല മനസ്സിൽ പറയാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. ചില ആളുകൾക്ക് സ്വന്തക്കാരന് കിട്ടിയതിന് വരെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആളുകൾ വേറെ പറയും, എന്റെ സുഹൃത്തിനാണല്ലോ ഇന്നാലിന്ന സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയത്. എങ്ങനോ ഒരു സ്ഥാനമാനം കിട്ടി, അതിനിപ്പോ എന്ത് ചെയ്യാനാ? അൽഹംദുലില്ലാ, റാഹത്താണ്. അയാൾ പഠിച്ചു നേടി നല്ല റാഹത്തിലായി, അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ എന്ന് പറയുന്നതിന് പകരം അവന്റെ കൽബിലുള്ള ആ ചൊറി അത് പുറത്തേക്ക് വന്നതാണ്. അങ്ങനോ കിട്ടിയൊരു സ്ഥാനം എനിക്ക് എന്താക്കാൻ ഉണ്ടാവും. സമ്മതിക്കാനും അംഗീകരിക്കാനും അങ്ങോട്ട് കഴിയുന്നില്ല. ഒരു ഖൈറായി സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അതിലെന്തെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലൊക്കെ ഒരു ഹസദ് നമ്മളെ ഭാഗത്ത്. അപ്പൊ നമ്മളങ്ങനെ മെയിനൊക്കെ നന്നാക്കിയിട്ട് ഇങ്ങനെ കുപ്പായിട്ട് ഉഷാറായിട്ട് നടക്കണം. ആർക്ക് അല്ലാഹു തആല കൊടുത്ത ഖൈറിലും എന്തെങ്കിലൊക്കെ ഒരു കുറവ് കാണാൻ അതിനുണ്ടാക്കരുത് നമ്മളെ ഖൽബ്. അതൊരു മൂമിനായ മനുഷ്യന്റെ ഖൽബിന് യോജിച്ചത്. അത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഹിയല്ലതീ ബല്ലഗത് ബിക്, യഥാർത്ഥത്തിൽ നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിച്ച കാര്യം അത് തന്നെയാണ്. പെട്ടെന്ന് സാധിക്കാത്തൊരു കാര്യവുമാണത്. ഖൽബിന്റെ പരിശുദ്ധിയാണ് സഹോദരങ്ങളെ ആ പറഞ്ഞത്. ഖൽബിന് ശരിയായ നിലക്ക് വിശുദ്ധിയുണ്ടോ, സമ്മതിക്കാനും അംഗീകരിക്കാനും ഒരു പ്രയാസവും വരില്ല. ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്ത് സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. കണ്ടില്ലേ നിങ്ങള്, ജൂതന്മാർക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി അംഗീകരിക്കാൻ വല്ല തെളിവും പോരാഞ്ഞിട്ടാണോ? അല്ല. മൂർച്ചയുള്ള ഹസദിന്റെ കാരണം എന്തേ? അവരാലോചിച്ച് നിൽക്കുകയായിരുന്നു. അവസാനത്തെ നബി അവരിൽ നിന്നാണ് വരിക എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ജൂതന്മാരോട് ചോദിച്ചു, മദീനയിലുള്ള ജൂതന്മാരോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായി നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടെ? അവര് പറഞ്ഞു, എല്ലാവർക്കുമുള്ള റസൂലല്ല, റസൂലുൽ ഉമ്മിയീൻ, അറബികൾക്ക് വന്ന റസൂലാണ്. അല്ലാഹു തആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്തറൻ നാസി ലാ യഅലമൂൻ. എല്ലാവർക്കും റസൂലായിട്ടാണ് തങ്ങൾ അയച്ചത്. ഒരു അറബികൾക്ക് മാത്രോ, മക്കക്കാർക്ക് മാത്രോ, മദീനക്കാർക്ക് മാത്രോ അല്ല. പക്ഷെ പല മനുഷ്യന്മാർക്കും അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയൂല. ജൂതന്മാർക്ക് അടയാളങ്ങൾ കിട്ടാഞ്ഞിട്ടാണോ? അല്ല. നബിയാണെന്ന് അറിയാഞ്ഞിട്ടാണോ? അല്ല. ഹസദിന്റെ മൂർച്ച കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും ശത്രുതയും പകയും വെച്ചു പുലർത്തിയത് അവരാണ്, യഹൂദികളാണ്. ആരാ തങ്ങൾക്ക് സിഹ്ർ ചെയ്തത്? ആരാ വിഷം പുരട്ടി ഭക്ഷണത്തിൽ കൊടുത്തത്?
കൊല്ലാൻ ആളുകളെ ചുമതലപ്പെടുത്തി നിർത്തിയതാരാണ്? എല്ലാറ്റിനും ഒരു ഉത്തരമേ ഉള്ളൂ, യഹൂദികൾ. ജൂതന്മാർ അവരല്ലേ അതൊക്കെ ചെയ്തത്? അതിനുള്ള എല്ലാ അടവും പാറ്റി നോക്കിയത് അവരല്ലേ? ഹസദിന്റെ മൂർച്ച ഒറ്റ കാരണാണത്. മറ്റൊരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്തിൽ ഹസദ് വെക്കരുത്. നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ കാർന്ന് തിന്നുപോകും. ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്ത് അത് അംഗീകരിക്കാൻ കഴിയണം. ഈ ദുനിയാവിലും ആകാശ ലോകത്തും ആദ്യം ഉണ്ടായ ദോഷേത ഹസദ. ഭൂമി ലോകത്ത് ആദ്യം ഉണ്ടായ രോഗവും ഹസദാണ്. ആകാശ ലോകത്ത് ആദ്യം ഉണ്ടായ രോഗവും ഹസദാണ്. ആകാശ ലോകത്ത് ആദ്യം ഹസദ് എന്ന രോഗം ഉണ്ടായത് ഇബ്ലീസിനാണ്. ഭൂമി ലോകത്ത് ആദ്യമായി ഹസദ് എന്ന രോഗം ഉണ്ടായത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്തതികൾക്കാണ്. അങ്ങനെയാണ് ആദ്യത്തെ കൊലപാതകം ഉണ്ടായത്, ഹസദ് മൂർജിച്ചിട്ടാണ്. അതൊരു കടുത്ത രോഗമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കാത്തു സൂക്ഷിക്കേണ്ട രോഗം. പിടിപെട്ട് കഴിഞ്ഞാൽ നീക്കാൻ വലിയ പ്രയാസം. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ കാവൽ ചോദിക്കാനുണ്ട് അള്ളാഹുവിനോട്. എന്നും നമ്മൾ കാവൽ ഏറ്റവും ചോദിക്കുന്ന വിഷയത്തിൽ കാവൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുവിന്റെ ഷർറ്, അവൻ ഹസദ് വെച്ചാലുള്ള ഷർറിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ചോദ്യം അത് ചെറുതല്ല, വലിയൊരു വിഷയമാണ്. ഹസദ് നന്മകളെ മുഴുവനും കാർന്നു തിന്നുകളയും. ഹസദ് എന്ന രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാനും വലിയ പ്രയാസമാണ്. ഖൽബിന്റെ പരിശുദ്ധി സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പ്രധാനമായും നമ്മളോട് ഉപദേശിക്കുന്ന ഉപദേശമാണ്, സഹോദരങ്ങളെ, ഖൽബിന്റെ രോഗങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് ചെറുതായി കാണരുത്, വലിയ രൂപത്തിൽ തന്നെ കാണണം. എന്നിട്ട് ആ ഖൽബിന്റെ രോഗങ്ങളെ ചികിത്സിച്ചു മാറ്റണം. എന്തെങ്കിലും കേടുപാടുകൾ ഖൽബിന് പിടിപെട്ടാൽ അത് ചികിത്സിക്കാനും അത് മാറ്റാനും അതിനുള്ള മരുന്നുകൾ പ്രയോഗിച്ചുകൊണ്ട് ഖൽബിന് ആത്മീയമായ ഉണർവ് നൽകണം.